ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ചിന്തിക്കുകയാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ശരിക്കും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്തിനെക്കുറിച്ച് ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ ഹെയർ കെയറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിടാം. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഹെയർ കെയർ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള മാറ്റങ്ങളും അതിലൂടെ എനിക്ക് കിട്ടിയ റിസൾട്ടും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ഡിലേ ആക്കാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കാതിരിക്കുന്നത്. കാരണം ഞാൻ ഈ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയാൽ എനിക്കത് കുറച്ച് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനത് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എന്തൊക്കെ ഫുഡാണ് നമ്മൾ ഹെയർ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഹാബിറ്റ്സിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾ ഹെയറിന് ഒട്ടും യൂസ്ഫുൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഹെയർ ഓയിലിങ്ങും ബാക്കി ഹെയറിന് കൊടുക്കുന്ന മാസ്കും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഹെയർ കെയറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ പുറമേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ചിലർക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഫുഡ് ഹാബിറ്റ്സ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്സും കാര്യങ്ങളും കഴിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാടത് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മളെ ബോഡിക്കും നമ്മുടെ ഹെയറിനും അത് കുറേശ്ശെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ചേഞ്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലും ലൈഫ് സ്റ്റൈലിലും ഒക്കെ കൊണ്ടുവന്നാൽ തന്നെ ഒരുപാട് മാറ്റം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എൻ്റെ ചാനലിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാം, നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒരു പരിധി വരെ അത് കൂട്ടാൻ സഹായിക്കും. സ്ട്രെസ്സ് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഹെയർ ഗ്രോത്ത് കൂട്ടാൻ പറ്റും. ഓക്കെ, പിന്നെയുള്ള കാര്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷനും യോഗ പ്രാക്ടീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാനുള്ളതാണ്. സ്ട്രെസ്സ് പോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഹോർമോണിൽ വരുന്ന നമ്മുടെ ബാലൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് കുറച്ചിലാണ്. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പീരീഡ് ടൈമിലൊക്കെ നമ്മൾ ഹോർമോൺ വേരിയേഷൻ ഒത്തിരി വരാറുണ്ട്. അപ്പം അതിനെക്കാട്ടിലുപരി ഇപ്പം ഈസ്ട്രജൻ അങ്ങനത്തെയുള്ള ഹോർമോൺസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നമ്മളെ ഹെയറിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പം ഈ നമ്മൾ ഒത്തിരി ഹെയർ ലോസ് ഉള്ളവർക്ക്, അലോപേഷ്യ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർ ഫസ്റ്റ് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് തൈറോയ്ഡോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊന്ന് കൺഫേം ചെയ്യുന്നത് നമ്മുടെ ഹെയർ, എന്നിട്ട് നമ്മൾ ഹെയർ കെയറിലോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നമുക്ക് ഒരുപാട് ഡിലേ ആക്കാണ്ട് നമ്മൾ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദിവസവും ഓരോ മുട്ട വീതം കഴിക്കാം. നമ്മൾ മുട്ട കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് മുട്ടയ്ക്കകത്ത്. അതുപോലെ തന്നെ ബയോട്ടിൻ, നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ബയോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണെന്നുള്ളത്. അതെ, ബയോട്ടിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. അപ്പം ഒരു ദിവസം ഒരു അഡൽട്ട് ഡോസ് എന്ന് പറയുന്നത് 30 മൈക്രോഗ്രാം ബയോട്ടിനാണ്. അപ്പം നമ്മൾ മുട്ടയ്ക്കകത്ത് നമുക്ക് 10 മൈക്രോഗ്രാം വരെ ബയോട്ടിൻ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ മുട്ട കഴിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ഹെയർ ഗ്രോത്തിനെ മാത്രമല്ല നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും ഒക്കെ ലിവർ, ഐസ് പോലെയുള്ള നമ്മുടെ ബാക്കി ഓർഗൻസിനെയും സ്കിന്നിനെയും ഒക്കെ ഫങ്ഷനിങ് ചെയ്യാനായിട്ട് ഈ ബയോട്ടിൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B7 ആണ്. ഇത് വാട്ടർ സോലബിൾ ആണ്. അപ്പം ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബയോട്ടിൻ പോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ K. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ തന്നെയാണ് വൈറ്റമിൻ K എന്ന് പറയുന്നത്. അത് നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും വെജിറ്റബിൾ ഓയിൽസിലും സെറിയൽസ്, അതായത് ധാന്യവർഗ്ഗങ്ങൾ, നമ്മുടെ ഗോതമ്പ്, അരി അങ്ങനത്തെയൊക്കെയുള്ള ധാന്യവർഗ്ഗങ്ങളുണ്ടല്ലോ, പയറ് വർഗ്ഗങ്ങൾ, അതിനകത്തൊക്കെ നിറച്ചും വൈറ്റമിൻ K ഉണ്ട്. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ E എന്ന് പറയുന്നത്. വൈറ്റമിൻ E സൺഫ്ലവർ സീഡ്, ആൽമണ്ട്, ചീര പോലെയുള്ള സാധനങ്ങളിൽ വൈറ്റമിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എഗ്ഗ് കഴിക്കുക,
ബെറീസിൽ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ആണ്. ബെറീസ് എന്ന് പറയുന്നത് ഗൂസ്ബെറീസ്, അതുപോലെ സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ എല്ലാ ടൈപ്പ് ബെറീസും നമ്മൾ ഫുഡ് ഹാബിറ്റ്സിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചേഞ്ച് നമ്മുടെ ഹെയർ ഗ്രോത്തിൽ ഉണ്ടാകാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ചീരയ്ക്കകത്ത് ഫോളേറ്റ്, അയൺ, സിങ്ക് പോലുള്ള കണ്ടൻ്റ് ഉണ്ട്. ഈ ഐറ്റംസും നമ്മളെ ഹെയർ ഗ്രോത്തിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അവക്കാഡോ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അത് നമ്മുടെ അവക്കാഡോയിൽ റിച്ച് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അവക്കാഡോയ്ക്കകത്ത് ബയോട്ടിനും ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിലും ഇടയ്ക്കെങ്കിലുമൊക്കെ അത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ ഫാറ്റി ഫിഷിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡാണ്. ഇത് നമ്മുടെ ഹെയറിന് മാത്രമല്ല സ്കിന്നിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഓക്കെ, അടുത്തത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. സ്വീറ്റ് പൊട്ടറ്റോയ്ക്കകത്ത് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. ഓക്കെ, അടുത്തത് വരുന്നത് നട്ട്സാണ്. നട്ട്സ് നമുക്ക് അതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ അതിനകത്തുണ്ട്. അതുപോലെ നമുക്ക് ഈ നട്ട്സിൽ പറയുമ്പോൾ തന്നെ ഈ സീഡ്സ് ഐറ്റംസ്, സൺഫ്ലവർ സീഡ്സ്, ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ചിയാ സീഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ഡെയിലി വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് ഡെയിലി നമ്മളത് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും ഹെയറിന് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളിതൊക്കെ ഒന്ന് പൊടിച്ച് കുറച്ച് തേനൊക്കെ ചേർത്ത് ഡെയിലി ഓരോ സ്പൂണ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയറിന് ഭയങ്കര നല്ലതാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് വൈറ്റമിൻസും സിങ്ക്, അയൺ കണ്ടൻ്റൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ ഗ്രോത്തിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് എള്ള് കഴിക്കാം. മഷ്റൂമിനകത്തൊക്കെ ഒത്തിരി വൈറ്റമിൻസ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഷ്റൂമൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പൈസ കൊടുത്തൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ടാത്ത കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ തൈര് കഴിക്കുന്നത്, പപ്പായ, സ്റ്റാർ ഫ്രൂട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. നക്ഷത്രപ്പുളി എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ്. അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ബ്രോക്കോളിയൊക്കെ നമുക്ക് അവൈലബിലിറ്റി കുറവാണ്, എന്നാലും നമുക്ക് പറ്റുകയാണെങ്കിൽ കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ ക്യാരറ്റ്, ബനാന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെയിലി ഒരു ഏത്തപ്പഴമോ എന്തെങ്കിലും ഒരു പഴം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ ഹെയറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ ബയോട്ടിൻ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ അല്ലാതെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് വൈറ്റമിനാണ് വൈറ്റമിൻ ഡി, അയൺ, സിങ്ക്, കാൽഷ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഫോളിക് ആസിഡ്, ലൈസിൻ. ഓക്കെ, നമ്മുടെ ഈ വൈറ്റമിൻ, ഞാൻ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കാര്യം പറയാം. തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ മുടി കൊഴിച്ചിന് കാരണമാക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഹെയർ ലോസ് ഉണ്ടാകും. അപ്പം നമ്മൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഹെയർ ലോസ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ വൈറ്റമിൻ ഡിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അതിലെന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെയർ ലോസ് ഉണ്ടാകും. ഓക്കെ, നമ്മൾ വൈറ്റമിൻ ഡി കൂടുതലും കിട്ടുന്നത് നമ്മുടെ സൺലൈറ്റിൽ നിന്നാണ് കൂടുതലും വൈറ്റമിൻ ഡി കിട്ടുന്നത്. അല്ലാണ്ട് തന്നെ ഒത്തിരി നമുക്ക് ഇതുപോലെ തന്നെ നട്ട്സിൽ നിന്നൊക്കെ ഒത്തിരി ലീഫി വെജിറ്റബിൾസൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫോളിക് ആസിഡ്, ബീട്രൂട്ട് എന്ന് പറയുന്നതിനകത്ത് ഫോളിക് ആസിഡ് റിച്ച് ആണ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ്. ഇതൊക്കെ നമുക്കിപ്പം ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണെങ്കിലും പയറുവർഗ്ഗങ്ങളാണെങ്കിലും വെജീസ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡ് ഹാബിറ്റിലൊന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ടോക്സിൻസോ കാര്യങ്ങളോ നമ്മുടെ ബോഡിയിൽ എത്തിയാൽ തന്നെ ഈ നമ്മുടെ വെള്ളം ഒരു പരിധി വരെ അതിനെയൊക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്ത് ഒന്ന് കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് നമ്മുടെ ഹെയറിന് വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഹെയറിന് മാത്രമല്ല സ്കിന്നിനും ഹെയറിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വെള്ളം. അതുപോലെ നമ്മൾ കൂടെ ഇതിനകത്ത് ഇത്രയും ഫുഡ് ഐറ്റംസ് നമ്മളൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും. എന്നിട്ടും നമുക്ക് വലിയ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല, ഭയങ്കരമായ ഹെയർ ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അതിൽ നമുക്ക് തൈറോയിഡോ വൈറ്റമിൻ ഡിയോ പോലുള്ള കാര്യങ്ങളൊന്നും കുറവില്ല, എല്ലാം ബാലൻസ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ല അതൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും എടുക്കുക. എടുത്തതിന് ശേഷം നല്ലൊരു ഫുഡ് ഹാബിറ്റും നല്ലൊരു ലൈഫ് സ്റ്റൈലും ഒക്കെ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹെയറിൽ ഒരു 80% പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ ഹെയർ കെയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ ബാക്കി ഹെയർ കെയറും കാര്യങ്ങളും, നമ്മൾ ഓയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, നമ്മുടെ ബാക്കി ഹെയർ എങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടൊന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബായ്.